ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയാണ്. ഓ, ആരാണ് പേര് പറഞ്ഞോളൂ? എന്റെ പേര് അൻവർ ഇബ്രാഹിം. അൻവർ ഇബ്രാഹിം. ഉം. അൻവർ ഇബ്രാഹിം ഇപ്പൊ ഏത് ക്ലാസ്സിലാ? 3rd സ്റ്റാൻഡേർഡ്. 3rd സ്റ്റാൻഡേർഡ്. ഏത് സ്കൂളിലാണ്? ഡയറ്റില്, അതായത് സൗത്ത് സ്കൂളിലാണ് അല്ലേ? അപ്പോൾ അൻവർ ഇബ്രാഹിം നമ്മൾ കവരത്തി ഗവൺമെന്റ് JBS സൗത്തിൽ, അതായത് ഡയറ്റിലാണ് പഠിക്കുന്നത്, 3ാം ക്ലാസ്സിൽ അല്ലേ? അപ്പോൾ 1, 2 ഒക്കെ എവിടെ പഠിച്ച? ആ സ്കൂളിൽ തന്നെയാണോ? അതെ. ഓക്കെ. ഏത് ദ്വീപുകാരനാ? കവരത്തിക്കാരൻ തന്നെയാണോ? അല്ല, ആന്ധ്രോത്താണോ? ഓക്കെ. ഇവിടെ കവരത്തിയിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 3 വർഷം. 3 വർഷമായോ? ഇങ്ങനെ ബാപ്പക്ക് ജോലിയായിട്ട് ഇവിടെ വന്നാണോ? ഉമ്മാക്ക് ജോലിയായിട്ട് വന്നാണ്. ഉമ്മ ഏത് ഡിപ്പാർട്ട്മെന്റിലാ വർക്ക് ചെയ്യുന്നതെന്ന് അറിയോ അൻവറിന്? PWD. ഉമ്മയുടെ പേരെന്തെന്നാ? ബിബി നസീമ. ബാപ്പയുടെ പേരോ? അൻവർ സാദത്ത്. ബാപ്പ വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെയാണ്? IRB. ഇവിടെ നാട്ടിലുണ്ടോ? കവരത്തിയിലുണ്ടോ? അല്ല, പുറത്താണോ? പിന്നെ അൻവർ മോനെ ശരിക്കും വീട്ടിൽ എന്തെന്നാ എല്ലാരും വിളിക്കുന്നത്? അച്ചു. അച്ചു. അതാ എനിക്കും കുറച്ചുകൂടി എളുപ്പം. അൻവർ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ വലിയൊരാളെ വിളിക്കുന്ന ഒരു ഫീല്. അപ്പൊ അച്ചു എന്ന് വിളിക്കാം അല്ലേ? അച്ചു എന്ന് വിളിച്ചോട്ടെ? അച്ചുവിന് എന്താ സംസാരിക്കാൻ ഒരു മടിയുണ്ടോ? അച്ചു, എന്താണ് സംസാരിക്കാൻ മടിയുണ്ടോന്ന്? ഇല്ലല്ലോ. അച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയോ? കളിക്കാൻ ഇഷ്ടമാണ്. ഏത് കളിയാ കൂടുതൽ ഇഷ്ടം? ഫുട്ബോൾ. ഓ, അപ്പൊ വേൾഡ് കപ്പ് ഒക്കെ കാണാറുണ്ടായിരിക്കുമല്ലോ. ഏറ്റവും ഇഷ്ടമുള്ള ടീം ഏതാ? പോർച്ചുഗൽ ആരെയാ ഇഷ്ടം? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഓക്കെ, റൊണാൾഡോനെയാണ് അപ്പൊ ഇഷ്ടം. റൊണാൾഡോ ഫാൻ ആണല്ലേ? അപ്പൊ ബാപ്പ ഏത് ടീമാ? ബ്രസീലാണ്. ഉമ്മയോ? ഉമ്മക്ക് ഇഷ്ടമാണോ ഫുട്ബോളൊക്കെ? അതെ. ഉമ്മ ഏത് ടീമാ? അർജന്റീന. ഓ, 3 ആളും 3 ടീമില്ലേ? ഇതിൽ ആരാണ് ലോകകപ്പ് നേടാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും അച്ഛൻ്റെ ടീം തന്നെ വേൾഡ് കപ്പ് നേടട്ടെ. ഓക്കെ, നമുക്കിനി ചോദ്യത്തിലേക്ക് പോയാലോ? നമ്മൾ 10 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ 5 ചോദ്യങ്ങൾക്ക് അച്ചുമോൻ കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഇവിടുന്ന് സമ്മാനം തരും കേട്ടോ. ഓക്കെ, നമുക്ക് സമ്മാനം വേണ്ടേ? അപ്പൊ നല്ല ഉഷാറായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുക, ആൻസറൊക്കെ പറയാട്ടോ. ഉമ്മാനോടൊന്നും ചോദിക്കരുത് കേട്ടോ. ഭയങ്കര എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അച്ചുവിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും ഉമ്മാനോടും ആരോടും ചോദിക്കേണ്ട, സ്വന്തമായിട്ട് പറയാട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മഴവില്ലിൽ എത്ര നിറങ്ങളുണ്ട്? ഹൗ മെനി കളേഴ്സ് ആർ ദർ ഇൻ എ റെയിൻബോ? 7. വെരി ഗുഡ്. ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് അച്ചുവിന് പറയാൻ പറ്റുമോ? അത് ക്വസ്റ്റ്യൻ അല്ല, എന്തായാലും ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻസർ ശരിയാണ്. അത് ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് അച്ചു പഠിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, വെരി ഗുഡ്. ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വെരി ഗുഡ്. ഇത് പഠിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തോ? ഇല്ല, പെട്ടെന്ന് പഠിച്ചോ? ആഹാ, അപ്പം മിടുക്കനാണ്. ഇതിന് പഠിക്കാനായിട്ട് നമ്മളൊരു ഷോർട്ടിൽ അത് പറയുമല്ലോ, അത് പഠിച്ചിട്ടുണ്ടോ? ഈ കളേഴ്സ് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്തായിരുന്നു അത്? വെരി ഗുഡ്. വിബ്ജിയോർ എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അച്ഛൻ ഇത് ആരാ പഠിപ്പിച്ചു തന്നേ? ഇംഗ്ലീഷ് ടീച്ചർ. വെരി ഗുഡ്. പിന്നെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ അച്ചു അല്ലാതെ? സഹോദരങ്ങളുണ്ടോ? മൂത്ത ആളാണോ? ഏത് ക്ലാസ്സിലാണ് സിസ്റ്റർ പഠിക്കുന്നത്? വലിയ സിസ്റ്റർ ആണോ? +2 കഴിഞ്ഞതാണോ? ഓക്കെ. ചേച്ചി അവിടെ അടുത്തുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്താത്തേക്ക് ഒരു അന്വേഷണം പറയാട്ടോ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയരമുള്ള മൃഗം ഏതാണ്? ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. കരയിൽ ജീവിക്കുന്ന ഏറ്റവും ഉയരമുള്ള മൃഗമാണ് ജിറാഫ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജിറാഫിന് ഏകദേശം 4.3 മീറ്റർ മുതൽ 5.8 മീറ്റർ വരെ ഉയരമുണ്ടാകും. ഈ ജിറാഫിന്റെ കാലിനും കഴുത്തിനും നല്ല നീളമല്ലേ അല്ലേ? നീളമുള്ള കാലുകളും കഴുത്തുമാണ് ഇവയ്ക്ക് ഇത്രയും ഉയരം നൽകുന്നത്. അടുത്ത 3ാമത്തെ ചോദ്യം. താജ്മഹൽ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആഗ്ര. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇത് ആരെങ്കിലും പറഞ്ഞു തന്നോ? ഇല്ല, പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഇന്ത്യയിലെ ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലുള്ള ആഗ്ര നഗരത്തിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഈ താജ്മഹലിന്റെ അടുത്തുകൂടി ഒഴുകുന്ന ഒരു നദിയുണ്ട്. അത് നമ്മുടെ യമുന നദിയാണ്.
ഓക്കെ. ഇത് അതേപോലെ തന്നെ ഏതോ ഒരു മുഗൾ ചക്രവർത്തിയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ടുള്ള മുംതാസ് മഹലിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചത്. ആ ചക്രവർത്തിയുടെ പേര് പഠിച്ചിട്ടുണ്ടോ? ഷാജഹാൻ. ഷാജഹാൻ. വെരി ഗുഡ്. മോൻ ഇതൊക്കെ GK ഒക്കെ ആരാ പഠിപ്പിച്ചു തരാറ്? ഉമ്മ. ഉമ്മയാണ് പഠിപ്പിക്കാറല്ലേ? അപ്പൊ ഇത്താത്ത ഹെൽപ്പ് ചെയ്യാറില്ലേ പഠിക്കാനൊക്കെ? വീട്ടിലുണ്ടാവുന്നില്ല. ചേച്ചി വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടോ? കരയും. ആ, അങ്ങനെയാണ്. ഇപ്പൊ നാട്ടിലുണ്ടോ? ആ. അപ്പൊ വെക്കേഷനിൽ വന്നതായിരിക്കും അല്ലേ? ആ. ഓക്കെ. അപ്പൊ എന്തായാലും ഉമ്മ പഠിപ്പിച്ചത് കൊണ്ട് ഇത്രയൊക്കെ അറിവൊക്കെ ഉണ്ടല്ലോ. നല്ല സ്മാർട്ട് ബോയ് ആണ് കേട്ടോ. താങ്ക് യു. ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യമാണ്. ചിലന്തിക്ക് എത്ര കാലുകളുണ്ട്? ഉത്തരം പറഞ്ഞോളൂ. നമ്മുടെ സ്പൈഡറിന്. ഒന്നുകൂടി പറഞ്ഞേ. 8. 8. ഉത്തരം ശരിയാണ്. ചിലന്തികൾക്ക് 8 കാലുകളാണുള്ളത്. ഇവ അരാക്നിഡുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്. കാലുകൾ കൂടാതെ ഇരയെ പിടിക്കാനും മറ്റ് ഇന്ദ്രിയ ആവശ്യങ്ങൾക്കുമായി ചിലന്തികൾക്ക് വായയ്ക്ക് സമീപം 2 പെടിപാൽപ്പുകൾ കൂടി ഉണ്ടാകും. ഓക്കെ. ഇനി 5ാമത്തെ ചോദ്യം. ശ്വസിക്കാൻ നാം ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? ലങ്സ്. ലങ്സ്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. മനുഷ്യർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന അവയവം നമ്മുടെ ശ്വാസകോശമാണ്. മൂക്ക്, വായ, ശ്വാസനാളം എന്നിവയിലൂടെ എത്തുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് ശ്വാസകോശങ്ങളിലാണ്. ഓക്കെ. അതെ. അച്ചു, ഇപ്പൊ എത്ര ചോദ്യങ്ങൾ ചോദിച്ചെന്നുള്ള അറിയോ? 5. 5ൽ എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക്. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മുടെ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ വിജയിച്ചു കേട്ടോ. താങ്ക് യു. അപ്പൊ എന്തായാലും സമ്മാനം ഉറപ്പിച്ചു. സമ്മാനം എന്താന്നുള്ളത് അറിയോ അച്ചുവിന്? ഇല്ല. ചിലപ്പോൾ നമ്മൾ പ്ലാന്റ്സ് തരും, എന്തെങ്കിലും തൈകൾ തരും, ഫ്രൂട്ട്സിന്റെ ഒക്കെ തൈകൾ തരും, ഇല്ലെങ്കിൽ സീഡ്സ് തരും. ഇതിലൊക്കെ താല്പര്യമുള്ള ആളാണോ അച്ചു? ഇല്ല. താല്പര്യമില്ല? വീട്ടിൽ വേറെ ആരെങ്കിലും താല്പര്യമുള്ളവരുണ്ടോ? ഉമ്മക്ക് താല്പര്യമുണ്ട്. അപ്പൊ എന്തായാലും ഞാനിപ്പോ തരുന്ന സമ്മാനം ഉമ്മക്ക് കൊടുക്കണ്ട, അച്ചു തന്നെ അത് നോക്കണം കേട്ടോ. സപ്പോർട്ട് തൈയാണ് തരുന്നതെങ്കിൽ അച്ചു അത് വെച്ച് പിടിപ്പിക്കണം. അതിനെ പരിപാലിക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളം ഇട്ട് കൊടുക്കണം. ആടോ പശുവോ എന്തെങ്കിലും വന്ന് അത് കടിക്കാതെ നോക്കണം, അതിനെ സംരക്ഷിക്കണം. തയ്യാറാണോ? എന്നിട്ട് അതിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകുമ്പോ എനിക്ക് കൊണ്ടു തന്നാ മതി. ഓക്കെ. ആ ഓക്കേന് അത്ര ഉഷാറ് പോരാ. അപ്പൊ നോക്കൂല എന്നാണോ? ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞേ. ആ സപ്പോർട്ടത്തെ വെച്ച് വളർത്തോ? ഓക്കെ. അടുത്ത 6ാമത്തെ ചോദ്യം. ഇനിയിപ്പോ ചോദ്യത്തിലേക്ക് പോകണോ അല്ല നമുക്ക് നിർത്തണോ പരിപാടി? അപ്പൊ എന്തായാലും സമ്മാനം കിട്ടി. ഇനി ഒരു 5 ചോദ്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നിർത്താം. ചോദിക്കാം അല്ലേ? ഓക്കെ. അടുത്ത 6ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? നാഷണൽ ഫ്ലവർ ഓഫ് ഇന്ത്യ. ലോട്ടസ്. ഉത്തരം ശരിയാണ്. ഭാരതീയ സംസ്കാരത്തിലും പുരാണങ്ങളിലും വിശുദ്ധിയുടെയും പവിത്രതയുടെയും പ്രതീകമായി കണക്കാക്കുന്ന താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. അടുത്ത 7th ക്വസ്റ്റ്യൻ. ലക്ഷദ്വീപിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപ് ഏതാണ്? അറിയില്ല. കണ്ടോ ഇത്രയും വരെ എല്ലാ ആൻസറും അറിയാം. നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അത് പോയി. എന്താ ഉമ്മ GKയിൽ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല? കടമം. ഉത്തരം തെറ്റ്. ഇതിപ്പോ വേറെ ആരോ ഹെൽപ്പ് ചെയ്താണ്. ഓക്കെ. എന്തായാലും ഏറ്റവും വലിയ ദ്വീപ് ഏതാന്നുള്ളത് അറിയോ? ഇതിപ്പോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ലോങ്ങസ്റ്റ്, ഏറ്റവും വലുത് ഏതാ? ലാർജസ്റ്റ്? ആന്ത്രോത്ത്. കണ്ടോ, സ്വന്തം നാടറിയാം. നമ്മുടെ ലക്ഷദ്വീപിലെ ഏറ്റവും നീളം കൂടിയ ദ്വീപ് എന്ന് പറയുന്നത് മിനിക്കോയ് ദ്വീപാണ് കേട്ടോ. 2ാം സ്ഥാനത്താണ് കടമം വരുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് തരാം. ഏകദേശം 11 കിലോമീറ്റർ നീളമുള്ള മിനിക്കോയ് ദ്വീപ് ലക്ഷദ്വീപ് സമൂഹത്തിലെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തീർണത്തിൽ ഏറ്റവും വലിയ ദ്വീപ് ഇപ്പൊ മോൻ പറഞ്ഞു ആന്ത്രോത്ത് ദ്വീപാണ്. എന്നാൽ നീളത്തിൽ ഏറ്റവും മുന്നിലുള്ളത് മിനിക്കോയ് ദ്വീപാണ്. ഇനിയിപ്പോ എന്തായാലും ഇത് മറക്കോ? ഇല്ല. ഓക്കെ. അപ്പൊ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ഏറ്റവും നീളമുള്ള ദ്വീപ് ഏതാണ്? അടുത്ത 8ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി. ഉത്തരം ശരിയാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായി ഡൽഹിയെ പ്രഖ്യാപിച്ചത് 1911 ബ്രിട്ടീഷ് ചക്രവർത്തിയായിരുന്ന ജോർജ് 5 കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതായി പ്രഖ്യാപിച്ചത്.
എന്നാൽ 1931 ഫെബ്രുവരി 13 പുതിയ നഗരമായ ന്യൂഡൽഹി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. എന്തെങ്കിലും മനസ്സിലായോ ഇതില്? മോന് ഇപ്പൊ 3ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇത്ര മാത്രം പഠിച്ചു വെക്കുക. നമ്മുടെ ഇപ്പൊ നിലവില് ഡൽഹിയാണ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം. എന്നാൽ നേരത്തെ നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയായിരുന്നു. കിട്ടിയോ? എന്നാൽ അവിടെ നിന്ന് പിന്നീട് തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അടുത്ത 9ാമത്തെ ചോദ്യം, ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏതാണ്? സൺ. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. നമുക്ക് എത്ര നക്ഷത്രങ്ങളുണ്ട്? അറിയില്ല. ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് കേട്ടോ. അതിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം നമ്മുടെ സൂര്യനാണ്. എന്നാൽ രണ്ടാമതായി സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറി ആണ്. അവസാനത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഇന്ത്യൻ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്നത് ആരെ? ഫാദർ ഓഫ് ദി നേഷൻ? മഹാത്മാഗാന്ധി. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രപിതാവ് എന്ന ബഹുമാനത്തിന് അർഹനായത്. ഓക്കെ. ഇപ്പൊ നമ്മള് 10 ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞു. എത്ര മാർക്ക് കിട്ടി? 9. അതെ, 9 മാർക്ക് കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. വളരെ നല്ല മാർക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം കൂടി നമ്മുടെ ഗ്രീൻ ക്വിസ് പരിപാടിയിൽ പങ്കെടുക്കണം കേട്ടോ. പിന്നെ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഉമ്മാനോട് പ്രത്യേകം പറയണം, നമ്മൾ GK പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ നാടിനെ കുറിച്ച് പഠിക്കുക, പിന്നെ നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ച് പഠിക്കുക, പിന്നെ ഇന്ത്യയെ കുറിച്ച് പഠിക്കുക. അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോവാട്ടോ. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ഞാൻ കൂടുതലും ലക്ഷദ്വീപ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ എല്ലാത്തിനും അച്ചു ആൻസർ പറയണം. ഓക്കെ. ഇപ്പോൾ അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ 10ൽ 10 മാർക്കും കിട്ടിയേനെ. എന്നാലും നല്ല മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ആകാശവാണി കവരത്ത് നിലയത്തിന്റെ ഗ്രീൻ ക്വിസ് എന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോ സന്തോഷായോ? ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നോ അച്ഛന്? എന്തിനായിരുന്നു ആ പേടി? എന്തിനാന്നറിയില്ല, പക്ഷെ പേടി ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അച്ചുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പൊ എന്തായാലും സമ്മാനം തരുമ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിന് സന്തോഷം. ബൈ. ഫോണിംഗ് പ്രശ്നോത്തരി ഗ്രീൻ ക്വിസ്. ഈ പരിപാടി തയ്യാറാക്കിയത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര.